ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ആശുപത്രിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സച്ചിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്റെ അശ്രദ്ധ കൊണ്ടാണ് ഈ പൈസ ഒക്കെ പോയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ്. എന്തായാലും നമ്മുടെ രേവതി തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോ അവിടെയും ഇവള് പറഞ്ഞ പോലെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്, സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ ഈച്ച അവിടേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ആ പൂക്കച്ചവടക്കാരൻ വിളിച്ച് രേവതിയോട് പറയുന്നുണ്ട്, രേവതി തരാനിരുന്ന അഡ്വാൻസ് തുക മുഴുവനും ഒരു സ്ത്രീ വന്ന് തന്നിട്ട് പോയി, രേവതിയുടെ പേര് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോ, ഒരു സ്ത്രീയോ അതാരാന്ന് ചോദിക്കുന്നുണ്ട്. ആരാന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് ആ പൂക്കടക്കാരൻ പറയുകയാണ്. അപ്പോ ആ സമയം നമ്മുടെ ഈച്ച പറയുകയാണ്, ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയാലോ എന്ന് പറയുന്നുണ്ട്. ഞാനൊരു സ്റ്റണ്ട് പടത്തിൽ ഒരു സീൻ പറയാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈച്ച നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതായത് രേവതിയുടെ കയ്യിൽ നിന്നും പൈസ തട്ടിക്കൊണ്ടുപോയി ആ ഗുണ്ടകൾ തടഞ്ഞു നിർത്തുകയാണ് ഈച്ചയും ഈ അച്ചമ്മയും കൂടിയിട്ട്. അങ്ങനെ അച്ചമ്മ അവരൊക്കെ ഇടിച്ചിടുകയും അതുപോലെ തന്നെ മർമ്മപ്രയോഗത്തിലൂടെയൊക്കെ അവരെ നല്ല രീതിയിൽ ശരിപ്പെടുത്തി ആ പൈസ വാങ്ങി കടയിൽ, ആ പൂക്കടയിൽ അച്ചമ്മ തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നതും. അപ്പോൾ അതൊക്കെ ഈച്ച പറയണ കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമാണ് നാളത്തെ പ്രൊമോയിലൂടെ കാണിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.